യൂട്യൂബ് ചാനൽ ഷൈഷാൻ. അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കിയ അടിപൊളി ബൺ മസ്ക എങ്ങനെയെന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഒരു പാക്കറ്റ് ബണ്ണ് എടുത്താണ്, പിന്നെ നമ്മൾ ബട്ടർ, മിൽക്ക് മെയ്ഡ് ഇത്ര മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത പാത്രത്തിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ സ്പൂൺ കൊണ്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്, കാരണം നമ്മളത് കുറച്ച് ഫ്രീസായ ബട്ടറായിരുന്നു. അപ്പം നമ്മളത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് ബണ്ണുമാണ് നമ്മളെടുത്തത്. പിന്നെ നമ്മൾ അത് ഇട്ടതിന് ശേഷം ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് മിൽക്ക് മെയ്ഡ് പാർന്ന് കൊടുക്കുക. മിൽക്ക് മെയ്ഡും കൂടി ഇട്ടിട്ട് നന്നായി ഉടച്ചെടുക്കുക. അപ്പോൾ ഞങ്ങളതിൽ വിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്പൂൺ വെച്ച് ചെയ്തത്. പിന്നെ നമ്മളൊരു പാൻ എടുക്കുക. പാനിലോട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്താണ്. ആ ബട്ടർ നന്നായി ഉരുകി വരണം. ഇത് നമ്മളെ ബണ്ണ് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആ ബട്ടർ നന്നായി ഉരുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടർ ഉരുകി വന്നതിന് ശേഷം നമ്മളെ ബണ്ണ് എടുത്തുകൊണ്ട് നന്നായി ഒന്ന് എന്താ പറയുക, നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് ഞങ്ങൾ വലിയ പാനായതുകൊണ്ട് ഞങ്ങൾക്ക് ആ വലിയ പാനിൽ 5 ബണ്ണ് വരെ പോയി. നിങ്ങളത് ചെറിയ പാനാണെങ്കിൽ 5ലും കൂടുതൽ പോവാമായിരിക്കും. അല്ല, ചെറിയ പാനാണെങ്കിൽ 5ൽ കുറവാകും പോവുക. അപ്പോൾ അതാ ഒരു ബണ്ണിൻ്റെ ഒരു അടിഭാഗം നന്നായി റോസ്റ്റ് ചെയ്ത് വന്നാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് അവിടെ കുറച്ച് നന്നായി റോസ്റ്റ് ആവരുത്, ഒരു മീഡിയം റോസ്റ്റ് ആയാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതാ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതങ്ങനെയാണ് ഞങ്ങൾ 5 എപ്പോഴും റോസ്റ്റ് ചെയ്തെടുത്തു. ഞങ്ങൾ വാങ്ങിയ പാക്കറ്റിൽ 8 ഉണ്ടായിരുന്നു. അപ്പം 8 നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്യാൻ പറ്റി. അതായത് ഒരു പാനിൽ തന്നെ 5 പോയപ്പോൾ പിന്നെ 3 സുഖമായി ഞങ്ങൾ റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പം ബൺ മസ്ക വളരെ സുഖമായിട്ടോ, നമ്മൾ വെറുതെ പുറത്ത് പോയി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മൾ 8 ബണ്ണും ഒറ്റയടിക്ക് നമ്മൾ എടുത്തു. നമ്മൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സുഖമായി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബണ്ണ് അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ബണ്ണിലേക്ക് തേക്കാനുള്ള നമ്മുടെ അടുത്ത സാധനം ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് നമ്മുടെ ബട്ടറും മിൽക്ക് മെയ്ഡും നമ്മളവിടെ കുഴച്ചിട്ട്, പിന്നെ നമ്മുടെ ബൺ മസ്കയുടെ അനിയനായി വരുന്ന റാണി ചായ ഉണ്ടാക്കാനുള്ള ഒരു പാക്കറ്റ് പാൽ അതപ്പോൾ തിമ്മ വാങ്ങിക്കൊണ്ട് അതിനുശേഷം ആ പാക്കറ്റ് പൊട്ടിച്ചാണ് നമ്മൾ പാത്രത്തിലോട്ട് പാർന്നു കൊടുക്കുക. അമ്മണി പശുവിൻ്റെ പാല് ഇതിലോട്ട് കണ്ട് പാർന്നു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി വെക്കുക. പാൽ നന്നായി തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ബൺ മസ്കയ്ക്കുള്ള പണി തുടങ്ങാം. ബൺ മസ്കയുടെ വായ തുറന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സാധനം ഇതിലോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് അമ്മച്ചി അങ്ങനെ ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ നന്നായി ഒന്ന് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ ചായ അവിടെ തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ബൺ മസ്കയുടെ പരിപാടിയും തീർക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ബണ്ണും ചെയ്തെടുക്കുക. ആൻഡ് പാല് തിളച്ച് വന്നാൽ നമ്മൾ അതിലോട്ട് മിൽക്ക് മെയ്ഡ് പാർന്ന് കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടിയും പാർന്ന് കൊടുത്താൽ കുറച്ചും കൂടിയും തിളയ്ക്കണം. അതുവരെ നമുക്ക് അപ്പോഴത്തേക്കും ബൺ മസ്കയുടെ പണി ഏറ്റവും അവസാനത്തെ ബൺ മസ്ക കേട്ടോ ഇത്. സുഖമാണെന്ന് വെറുതെ എന്തിനാ പുറത്തൊക്കെ പോയി പൈസ ചിലവാക്കുന്നത്, നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു 110 റുപ്പിയിൽ താഴെ, ഒരു 110 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് അത്രക്കും സുഖമാണ് ബൺ മസ്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ. കുറച്ച് സാധനം വാങ്ങിയാലും മതി. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ ബൺ മസ്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ 8 ബൺ മസ്കയും ഇവിടെ റെഡി. ഇനി അടുത്തത് ഇറാനി ചായക്കുള്ള നമ്മുടെ വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് നമ്മുടെ വെള്ളം നമ്മുടെ പാല് നമ്മൾ അപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റിയും വെച്ചിന്. പിന്നെ എന്താ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അനിയൻ വന്നിന്. ഓനക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാട്ടോ തോന്നുന്നത്. അതുകൊണ്ട് പിന്നെയും വാങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ ബൈ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ വെയിറ്റ് ചെയ്യൂ.